ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലെ അന്വേഷണം ഇപ്പോൾ മന്ത്രി കസേരയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ചെയ്ത് ഈ വിവാദത്തിന് അന്ത്യം കുറിക്കാമെന്ന് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. അയ്യപ്പന്റെ മുതൽ കെട്ടവർ രക്ഷപ്പെടില്ല എന്ന ചെന്നിത്തലയുടെ മുന്നറിയിപ്പ് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ഉന്നതങ്ങളിലേക്ക് നീളുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വെല്ലുവിളിയാണ്. കേവലം ഒരു തന്ത്രിയിൽ അവസാനിക്കുന്നതല്ല ഈ കൊള്ളയെന്ന് കേരളം തിരിച്ചറിയുകയാണ്. രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് പോലെ 4 CPM നേതാക്കൾ മാസങ്ങളായി ജയിലിൽ കിടന്നിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി അവർക്കെതിരെ നടപടി എടുക്കാത്തത്? ഇവർ വായ തുറന്നാൽ പാർട്ടിയിലെ വൻ തോക്കുകൾ കുടുങ്ങുമെന്ന ഭയമാണോ CPMന്? തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ സകല കുറ്റവും ഒരാളിൽ ചേർത്തി കൈ കഴുകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM നേതൃത്വവും ശ്രമിക്കുന്നത്. എന്നാൽ പത്മകുമാർ ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നത് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. സ്വർണം ഏത് വ്യവസായിക്ക് കൈമാറി എന്നതിന് കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാരിന് ഇന്നും സാധിക്കുന്നില്ല. കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന വെല്ലുവിളിയാണ് ചെന്നിത്തല ഉയർത്തുന്നത്. അന്വേഷണം മുൻ മന്ത്രിമാരിലേക്കും എത്തുമെന്ന് അന്വേഷണം ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അന്വേഷണം മെല്ലെ പോക്കിലേക്ക് ആക്കിയ SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പരാജിതന്റെ കപട ആത്മവിശ്വാസം എന്നാണ് മുഖ്യമന്ത്രിയുടെ 110 സീറ്റ് പ്രഖ്യാപനത്തെ ചെന്നിത്തല വിശേഷിപ്പിച്ചത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ആചാര ലംഘകർക്കൊപ്പം നിൽക്കുന്ന സർക്കാരിന് ശബരിമലയിലെ കനകക്കൊള്ളയിൽ നിന്ന് അത്ര എളുപ്പം ഒഴിയാൻ കഴിയില്ല. തന്ത്രിയുടെ അറസ്റ്റ് ഒരു തിരക്കഥയുടെ ഭാഗമാണെങ്കിൽ ആ തിരക്കഥ പൊളിക്കുമെന്നാണ് UDF പ്രഖ്യാപിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ ഈ കൊള്ള ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന് ചെന്നിത്തലയുടെ വാക്കുകൾ അടിവരയിടുന്നുണ്ട്. അയ്യപ്പന്റെ മണ്ണ് വിറപ്പിച്ചവർക്ക് വോട്ട് കൊണ്ട് മറുപടി നൽകാൻ കേരളം കാത്തിരിക്കുകയാണ്. സ്വർണ്ണക്കറ പുരണ്ട അധികാര കസേരകൾക്ക് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും കണ്ടറിയാം. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, CPM എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്കറിയാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന് ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരും ഉണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എൻ്റെ സത്യം. ഈ ശബരിമല ഒരു വലിയ വിഷയമായി UDF മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് വന്നാലും ആ നിലപാട് തന്നെയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കണ്ടുപിടിക്കാനുള്ളതാണ്. ആരുണ്ട് എന്നുള്ളത് ആരില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഇപ്പം ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് തീരുമാനിക്കപ്പെടട്ടെ. നമുക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങൾ ആദ്യം മുതൽ എടുക്കുന്ന സമീപനം എന്താണ്? ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ. അതുകൊണ്ട് അവരുൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വന്നേ മതിയാകൂ. ആര് വന്നാലും നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും അത് അവർ നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, SIT അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിൻ്റേതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളൊരു തീർപ്പ് കൽപ്പിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് പ്രതീക്ഷിക്കാത്ത വലിയ വിജയമുണ്ടായി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചയിലേക്കൊക്കെ കുറേശ്ശെ കടക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് UDFന് അപ്പോഴും ഉണ്ടോ? ഞങ്ങൾ 100 സീറ്റോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. വലിയ കോൺഫിഡൻസാണ്. അമിത ആത്മവിശ്വാസമല്ല. വസ്തുതാപരമായി പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ LDF ഭരണം ജനങ്ങളെ
പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെൻറ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അതുകൊണ്ട് ഈ മാറ്റം വളരെ വളരെ പ്രകടമാണ്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ പരാജിതൻ്റെ ഒരു കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് 110 സീറ്റ് പറയിച്ചത്. അത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പരാജിതരെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF വൻ വിജയം നേടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടി, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടി, ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടി. പിന്നെ ഇനി ഏത് ടെസ്റ്റാണ് വേണ്ടത്? എല്ലാ ടെസ്റ്റുകളിലും ഞങ്ങൾ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ LDF സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് മുൻപ് നടത്തിയത്. ഇപ്പോഴും അങ്ങനെ തന്നെ പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസും സമാനമായ ഒരാളെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് കടക്കും. ഇല്ല, അത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന നിലപാട് പണ്ടും കോൺഗ്രസിനില്ല, ഇപ്പോഴുമില്ല. പിണറായി വിജയൻ അല്ലാതെ ആരുടെയും പേര് പറഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞത് തന്നെ കേസ്. ഞങ്ങളുടെ ഇടയിൽ അതില്ല. കേരളത്തിൽ ശീലമില്ലാത്തൊരു പൊളിറ്റിക്സ്. അതായത് ഇപ്പോൾ UDF പറയുന്നു 100 സീറ്റ് ഉറപ്പിച്ചു, LDF 110 സീറ്റ് ഉറപ്പിച്ചു, BJP 40 സീറ്റ് ഉറപ്പിച്ചു. ഫലത്തിൽ നമുക്ക് 140 അസംബ്ലി മണ്ഡലമേ ഉള്ളൂ. ആ തരത്തിലാണ് ട്രോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ 250 സീറ്റ് ഇപ്പോൾ വേണ്ടി വരും. ഈ കണക്ക് വന്നാൽ അത് ഞങ്ങളെ ഒന്ന് കടത്തി വെട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി അടിച്ചതാണ്. അതൊക്കെ ആയിരിക്കട്ടെ, അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ്. അവരെ ആര് ഉയർത്തി കാണിക്കാൻ വിചാരിച്ചാലും നടക്കില്ല. അവർ എന്നും ഉന്നതമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ്.